കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം നോഹ സദോയുടെ സൈനിങ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വലിച്ചടിപ്പിച്ചത് ഐബൻ ഡോഹ്ലിംഗ് ആണ് എന്ന തരത്തിൽ ചർച്ചകളുണ്ട്. അപ്പം ഐബൻ ഡോഹ്ലിംഗ് ഇടപെട്ട് ഡീലാക്കി നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നു എന്നല്ല പറയുന്നത്. അത് എക്സ്ക്ലൂസീവ്ലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറും നമ്മുടെ നോഹ സദോയുടെ ഏജന്റും ഒക്കെ തമ്മിലുള്ള കണക്ഷനും കാര്യങ്ങളും ആയിരിക്കും. പക്ഷേ എസ് ഡിയുടെ കഴിഞ്ഞ് കുറച്ച് സമയം മുമ്പ് വന്ന സ്റ്റേറ്റ്മെന്റിനകത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഹയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യത്തിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു താല്പര്യത്തിന് നോഹയ്ക്ക് ആദ്യമേ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുണ്ടായിരുന്ന താല്പര്യത്തിന് പിന്നിൽ ഉപോത്പലമായിട്ട് പ്രവർത്തിച്ച ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഐബൻ ഡോഹ്ലിംഗ് ആണെന്ന് പറയേണ്ടി വരും. കാരണം ഐബൻ ഡോഹ്ലിംഗ് നോഹ സദോയുമായിട്ട് വളരെ മികച്ച സൗഹൃദ ബന്ധമാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കമന്റ് സെക്ഷനിൽ പോലും ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം രണ്ട് താരങ്ങളും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതായിരുന്നു. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും ആരാധകരെ കുറിച്ചും ഐബൻ ഡോഹ്ലിംഗ് ഒരുപക്ഷെ നോഹ സദോയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിലവിലെ അനുമാനങ്ങൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ ക്ലബിലേക്ക് FC ഗോവയിൽ നിന്നും നോഹ സദോയെ ആകർഷകനാക്കി കൊണ്ടുവരാനുള്ള കാരണങ്ങളിൽ ഒന്നായിട്ട് പ്രചരിക്കപ്പെടുന്നത് ഐബൻ ഡോഹ്ലിംഗിന്റെ ടോക്കുകളാണ്. അപ്പം ഐബൻ ഡോഹ്ലിംഗ് നോഹ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതിന് ഇൻഡയറക്ട്ലി ഒരു കാരണമായി മാറി.